ഹായ് ഹലോ നമസ്കാരം. പേജ് 3 അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ICDS സൂപ്പർവൈസർ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കായിട്ടുള്ള ഒരു പുതിയ ക്ലാസ്സുമായിട്ടാണ്. ആക്ച്വലി പുതിയ ക്ലാസ് അല്ല, ഞാൻ ഓൾറെഡി എടുത്തിട്ടുള്ളൊരു ടോപ്പിക്കിൻ്റെ ബാക്കി ഭാഗം, ഒരു സെക്കൻഡ് പാർട്ട് എന്നുള്ള രീതിയിലാണ് ഇന്നിപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇന്നലെ നോക്കിയിട്ടുണ്ടായിരുന്നത് സമായോജനം, അപസമായോജനം, സമായോജന ക്രിയാതന്ത്രങ്ങൾ അഥവാ പ്രതിരോധ തന്ത്രങ്ങളാണ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. എന്താണ് സമായോജനം എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. എന്താണ് അപസമായോജനം എന്ന കാര്യവും നമ്മൾ പറഞ്ഞു. ഈ സമായോജന ക്രിയാതന്ത്രങ്ങൾ നമ്മുടെ പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ചോദിക്കാറുള്ള ഭാഗമാണ്. ഒരു സാഹചര്യം തന്നിട്ട് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള പ്രതിരോധ ക്രിയാതന്ത്രം ഏതെന്നാണ് സാധാരണഗതിയിൽ പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കുറച്ചെണ്ണം നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയാണ് നമ്മൾ നോക്കിയത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഞാൻ ഓടിച്ചു പറയാം. നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ നോക്കിയിട്ടുണ്ടായിരുന്നത് നിഷേധം എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക്, ഒരു പ്രതിരോധ ക്രിയാതന്ത്രം നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ് ദമനം, നമ്മൾ നോക്കിയതാണ്. അതിനുശേഷം യുക്തീകരണം നമ്മൾ നോക്കിയതാണ്. അതേപോലെ തന്നെ പിന്നെ നോക്കിയിട്ടുണ്ടായിരുന്നത് ഉദാത്തീകരണമാണ്. അങ്ങനെ 4 എണ്ണം കഴിഞ്ഞു. 5ാമത്തേതായിട്ട് നമ്മൾ നോക്കിയത് അനുപൂരണമാണ്. ഈ അനുപൂരണം പറഞ്ഞ് നിർത്തിയിട്ടാണ് നമ്മൾ ഇന്നലെ അവസാനിപ്പിച്ചത്. അപ്പോൾ അനുപൂരണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ പറഞ്ഞു, ഒരു രംഗത്ത് നമ്മൾ ഡൗൺ ആണ്. അപ്പോൾ ആ രംഗത്ത് നമ്മൾ ഡൗൺ ആയതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഒരുപാട് നിരാശയുണ്ട്, നമുക്ക് ഒരുപാട് വിഷമമുണ്ട്, അല്ലേ? ഒരുപാട് മാനസിക സംഘർഷമുണ്ട്, പിരിമുറുക്കമുണ്ട്. അതിൽ നിന്ന് രക്ഷ നേടാനായിട്ട് മറ്റൊരു രംഗത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? കഠിനമായിട്ട് പ്രയത്നിച്ച് അവിടെ ബാലൻസ് ചെയ്യുക. അതാണ് ഈ കോമ്പൻസേഷൻ അഥവാ അനുപൂരണം എന്ന് നമ്മൾ പറഞ്ഞത്. ഒരു മേഖലയിലെ പോരായ്മയെ മറ്റൊരു മേഖലയിലെ കഴിവ് കൊണ്ട് എന്ത് ചെയ്യുന്നു? മറയ്ക്കാൻ ശ്രമിക്കുക. പഠിക്കാത്ത കുട്ടി, അല്ലെ, പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടി എന്ത് ചെയ്യുന്നു? കായിക രംഗത്ത് നല്ല രീതിയിൽ ശോഭിക്കുന്നത്, അത് അനുപൂരണമാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടി കലാകായിക മത്സരങ്ങളിലെ നേട്ടങ്ങളിലൂടെ തൻ്റെ ആത്മാഭിമാനം വീണ്ടെടുക്കാൻ ശ്രമിക്കുന്നു. ഇവിടെ കുട്ടി പ്രയോഗിക്കുന്ന സമായോജന തന്ത്രം ഏത് എന്നാണ് ചോദ്യം. ദമനമുണ്ട്, അടിച്ചമർത്തലുണ്ട്, താതാത്മീകരണമുണ്ട്, അനുപൂരണമുണ്ട്. ഉത്തരം ഏതാണ്? ഓപ്ഷൻ ഡി, അനുപൂരണമാണ്. ശരിയല്ലേ? ഇതാണ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. ശരി, നമുക്കിന്ന് പുതിയൊരു സമായോജന ക്രിയാതന്ത്രം നോക്കാം. നമ്മൾ 6ാമത്തെയാണ് നോക്കാൻ പോകുന്നത്, പ്രക്ഷേപണം അഥവാ പ്രൊജക്ഷൻ എന്നുള്ളത് കേട്ടോ. ഇതെന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംഭവം സിമ്പിളാണ്. നമ്മളെപ്പോഴും പറയാറുള്ളത്, നമ്മളെപ്പോഴും ചെയ്യാറുള്ള കാര്യമാണ്. നമ്മളിപ്പോൾ PSC പരീക്ഷ എഴുതി, നമുക്ക് വിചാരിച്ച പോലെയൊന്നും ജോലിയൊന്നും കിട്ടിയില്ല എന്നിരിക്കട്ടെ, നമ്മൾ ആദ്യം ആരെയാ പറയുക? PSCയെ കുറ്റം പറയും. ശരിയല്ലേ? അതന്നെയാണ് ഈ പ്രക്ഷേപണം എന്ന് പറയുന്നത്. നോക്കാം. ഒരു വ്യക്തി തൻ്റെ കുറ്റങ്ങളുടെയും പരാജയങ്ങളുടെയും കാരണം മറ്റൊരാളിൽ ചുമത്തി രക്ഷപ്പെടുന്ന സമായോജന തന്ത്രമാണേത്? പ്രൊജക്ഷൻ അഥവാ പ്രക്ഷേപണം എന്ന് പറയുന്നത്. ഇത് വളരെ സർവ്വസാധാരണമായിട്ട് നമ്മളെല്ലാവരും ഉപയോഗിച്ചു വരുന്ന ഒരു പ്രതിരോധ തന്ത്രമാണ്, സമായോജന തന്ത്രമാണ്, അല്ലെ? അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസമാണ്. പരീക്ഷയിൽ പരാജയപ്പെട്ട കുട്ടി പരാജയത്തിൻ്റെ കാരണം ആരിൽ പറയും? അല്ലെ? പ്രയാസമേറിയ ചോദ്യ പേപ്പറിലോ അല്ലെങ്കിൽ മോശപ്പെട്ട അധ്യാപകന്റെ അധ്യയനത്തിലോ എന്ത് ചെയ്യുന്നു? ചുമത്തുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. അതാണ് എന്തെന്ന് പറയുന്നത്? പ്രക്ഷേപണം എന്ന് പറയുന്നത്. ഓക്കെ, പ്രക്ഷേപണം എന്താണെന്ന് മനസ്സിലായില്ലേ? പ്രക്ഷേപണം ഒന്നുമില്ല, നമ്മുടെ കുറ്റം, നമ്മുടെ പരാജയത്തിൻ്റെ കാരണം അത് മറ്റൊരാളിൽ ചുമത്തി രക്ഷപ്പെടുന്നതാണ് പ്രക്ഷേപണം. ഇപ്പോൾ PSCയെ നമ്മൾ കുറ്റം പറയും, അല്ലേ? PSCയുടെ ചോദ്യകർത്താവിനെ നമ്മൾ കുറ്റം പറയും, അല്ലേ? അതാണ് പ്രക്ഷേപണം. അപ്പോൾ സ്വന്തം പോരായ്മകൾ മറയ്ക്കാൻ, ഞാൻ ഇവിടെ ചോദ്യം കൊണ്ടുവന്നിട്ടുണ്ട്. സ്വന്തം പോരായ്മകൾ മറയ്ക്കാനായി മറ്റുള്ളവരിൽ തെറ്റാരോപിക്കുന്നത് ഏത് സമായോജന തന്ത്രമാണ് എന്നാണ് ചോദ്യം. നോക്കിയേ, പ്രക്ഷേപണം, യുക്തീകരണം, ദമനം, അടിച്ചമർത്തൽ. ഏതായിരിക്കും? പ്രൊജക്ഷനാണ് അഥവാ പ്രക്ഷേപണമാണ്. അടുത്ത അതേ ടൈപ്പ് വേറൊരു ചോദ്യം കൊണ്ടുവന്നിട്ടുണ്ട്. ചോദ്യം നോക്കിയേ, യൂണിറ്റ് ടെസ്റ്റിൽ ഹരി മോശം പ്രകടനമാണ് നടത്തിയത്. അതിന് കാരണമായി ഹരി പറയുന്നത് സ്കൂളിലെ അധ്യാപകൻ നന്നായി പഠിപ്പിക്കുന്നില്ല എന്നാണ്. നോക്കിയേ, ഹരി മോശം പ്രകടനം നടത്തി. അതിന് കാരണമായിട്ട് ഹരി പറയുന്നത് എന്താണ്? അധ്യാപകൻ നന്നായി പഠിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ യൂണിറ്റ് ടെസ്റ്റിൽ ഹരി മോശമായിട്ട് പഠിക്കാതെ പോയി പരീക്ഷ എഴുതി തോറ്റിട്ട് പറയുന്നത് ആരെയാണ്? അധ്യാപകനെ. അപ്പോൾ ഇത് ഏതാണ്? നമ്മൾ പറഞ്ഞു സ്വന്തം പോരായ്മ കൊണ്ടാണ് ഹരി തോറ്റത്, എന്നാൽ മറ്റൊരാളിൽ കുറ്റം പറയുന്നു. അതേതാണ്? പ്രക്ഷേപണമാണ്. കിട്ടിയില്ലേ? യെസ്. അടുത്തത് നമുക്ക് നോക്കാം. താഴെ തന്നിരിക്കുന്നതിൽ പ്രക്ഷേപണം എന്ന സമായോജന തന്ത്രത്തിന് യോജിക്കുന്ന പ്രസ്താവന.
നമ്മൾ കുറച്ച് ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ ക്ലാസ്സിനകത്ത്. അപ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ ഇതേപോലെ തന്നെയൊക്കെ വരാൻ സാധ്യതയുണ്ട് നമ്മുടെ പരീക്ഷയ്ക്ക്. ശ്രദ്ധിക്കണം. താഴെ തന്നിരിക്കുന്നതിൽ പ്രക്ഷേപണം, നമ്മളിപ്പോൾ പഠിച്ചതല്ലേ പ്രക്ഷേപണം, ആ പ്രക്ഷേപണം എന്ന സമായോജന തന്ത്രത്തിന് യോജിക്കുന്ന പ്രസ്താവന. ചിലപ്പോൾ ഇത് യോജിക്കുന്ന എന്ന് പറയുന്നതിന് പകരം യോജിക്കാത്ത പ്രസ്താവന എന്ന് തരും. അപ്പോൾ ചോദ്യത്തിൻ്റെ രൂപമേ മാറില്ലേ, അവിടെ ഉദ്ദേശിച്ചതേ മാറിപ്പോവും. അപ്പോൾ വായിക്കുമ്പോൾ വളരെ ശ്രദ്ധയോടെ വായിക്കണം. ഇവിടെ കിട്ടാത്ത മുന്തിരി പുളിക്കുമെന്ന മനോഭാവം, ഇത് യുക്തീകരണമല്ലേ? ആണ്. കണ്ടില്ല കേട്ടില്ല എന്ന് പറയുന്ന നിഷേധമല്ലേ? ആണ്. ഇതെന്താണ്? ദുരനുഭവങ്ങളെ അബോധ മനസ്സിലേക്ക് തള്ളിവിടുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്തായിരുന്നു? ദമനമാണ്. അപ്പോൾ സ്വന്തം പരാജയത്തിന് മറ്റുള്ളവരെ പഴിചാരുന്നതിനെ നമ്മൾ എന്താണെന്ന് പറഞ്ഞ് അത് പ്രക്ഷേപണമാണ്. അപ്പോൾ ഇത് ഉത്തരം ഏതായിരിക്കും അല്ലേ? ഓപ്ഷൻ ഡി ആയിരിക്കും ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത്. ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ശരി ഉത്തരം. കിട്ടിയില്ലേ? ഈ ചോദ്യമൊക്കെ നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെയാണ്. നമുക്ക് അടുത്ത ഒരു തന്ത്രത്തിലേക്ക് പോവാം. ഏഴാമത്തേതാണ് കേട്ടോ, ഐഡൻറ്റിഫിക്കേഷൻ അഥവാ താതാത്മീകരണം എന്ന് പറയും. നമ്മൾ കഴിഞ്ഞ ഓപ്ഷനിൽ കണ്ടിട്ടുണ്ടായിരുന്നു താതാത്മീകരണം. സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ്, വലിയ ടെൻഷൻ ഒന്നും വേണ്ട. അതായത് ഞാനിപ്പോൾ വിചാരിച്ചതുപോലെ സക്സസ് അല്ല, എനിക്ക് ഒരുപാട് പരാജയങ്ങൾ ഉണ്ടായിട്ടുണ്ട്, എനിക്ക് ഒരുപാട് പോരായ്മകളുണ്ട്. അപ്പോൾ എനിക്ക് ഇതെല്ലാം എന്നെ ഒരുപാട് ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, എന്നെ ഒരുപാട് മുറിവേൽപ്പിക്കുന്നുണ്ട് മാനസികമായിട്ട്. അപ്പോൾ ആ സമയത്താണ് ഇപ്പോൾ ഏതെങ്കിലും ഒരു സിനിമാ താരത്തിൻ്റെ, ഇപ്പോൾ നമ്മുടെ തമിഴ് നടൻ വിജയുടെ ഒരു സിനിമ റിലീസാവുന്നു, സിനിമ ഭയങ്കര ഹിറ്റാണ് എന്ന് കരുതുക. ഞാൻ എല്ലാം മറന്ന് ആ സിനിമയുടെ പുറകെ ആവും. ആ സിനിമ ഇത്ര കോടി നേടിയെന്ന് അല്ലേ, ഇത്ര കോടി കളക്ഷൻ നേടിയെന്ന് ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് വളരെ വാചാലകനായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ എൻ്റെ ടെൻഷൻ മറക്കുന്നു, എൻ്റെ പരാജയ കാരണങ്ങളെക്കുറിച്ച് ഞാൻ ഓർക്കുന്നില്ല, എനിക്കുണ്ടാവുന്ന മുറിവ് ഞാൻ എന്ത് ചെയ്യുന്നു, അതിൽ നിന്ന് രക്ഷപ്പെടുന്നു, എൻ്റെ മാനസിക സംഘർഷങ്ങളിൽ നിന്ന് ഇല്ലാതായി പോകുന്നു. സംഭവം ഇതാണ് താതാത്മീകരണം അഥവാ ഐഡൻറ്റിഫിക്കേഷൻ. മറ്റൊരാളുടെ വിജയം എൻ്റെ വിജയം പോലെ, വിജയുടെ സിനിമ വിജയിച്ചാൽ അത് എൻ്റെ വിജയമാണ് അല്ലേ? മെസ്സിക്ക് ലോകകപ്പ് കിട്ടിയപ്പോൾ അത് എൻ്റെ വിജയമാണ് എന്നാണ് ഞാൻ കരുതുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. തൻ്റെ പോരായ്മകളിൽ നിന്നും പരാജയങ്ങളിൽ നിന്നും രക്ഷ നേടാനായിട്ട് മറ്റുള്ളവരുടെ വിജയത്തിലും അവരുടെ പ്രസിദ്ധിയിലും ഭാഗമാകുന്നതിനെയാണ് താതാത്മീകരണം എന്ന് പറയുന്നത്. കായിക രംഗത്ത് വേണ്ടത്ര കഴിവൊന്നും എനിക്കില്ല, പക്ഷേ മെസ്സി കപ്പടിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം, ഞാൻ എന്ത് ചെയ്യുന്നു, മെസ്സിയാണ് അല്ലേ, എനിക്ക് മെസ്സിയുടെ വിജയം എൻ്റെ വിജയമാണ്. അതാണ് താതാത്മീകരണം. ഇപ്പോൾ ഫാൻസ് അസോസിയേഷനൊക്കെ എന്താണ്? ഈ താതാത്മീകരണം തന്നെയാണ്. ശരിയല്ലേ? അല്ലേ? വിജയുടെ ഒരു സിനിമ ഇറങ്ങുമ്പോൾ എത്രയോ ലിറ്റർ പാല് അതിൻ്റെ മേലെ വിജയുടെ ഫ്ലെക്സിന് മേലെ ഒഴിക്കുന്നു. താതാത്മീകരണമാണ്. എട്ടാമത്തെ ഒരു ഇതിലേക്ക് വരാം. അതിന് മുമ്പ് 2 ചോദ്യങ്ങളുണ്ട്. താതാത്മീകരണം പറഞ്ഞ കാര്യം തന്നെയാണ്. മറ്റുള്ളവരുടെ വിജയം സ്വന്തം വിജയമായി കണ്ട് അതിൽ ആനന്ദവും സന്തോഷവും ഒരു വ്യക്തി അനുഭവിക്കുന്നു. ഇത് ഏത് തരം സമായോജന തന്ത്രമാണ്? ദമനമാണോ, അടിച്ചമർത്തലാണോ, അനുപൂരണമാണോ, താതാത്മീകരണമാണോ? ഇവിടെ എന്തായാലും അടിച്ചമർത്തലല്ല, ദമനമല്ല എന്ന് നമുക്കറിയാം. അനുപൂരണം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു, എന്താ കോമ്പൻസേഷൻ? ഞാനിപ്പോൾ പഠിക്കാൻ മോശമാണ്, പക്ഷെ ഞാൻ കായിക രംഗത്ത് അതിനെ മേക്ക് ഓവർ ചെയ്ത് ബാലൻസ് ചെയ്ത് വരുന്നു, അത് അനുപൂരണം, കോമ്പൻസേഷൻ. അപ്പോൾ ഇതുമല്ല. അപ്പോൾ ഉത്തരം താതാത്മീകരണം തന്നെയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. വിഘ്നേഷ് അർജന്റീന ഫുട്ബോൾ ടീമിൻ്റെ ആരാധകനാണ്. അർജന്റീനയുടെ വിജയം അവനെ എപ്പോഴും ആഹ്ലാദഭരിതനാക്കുന്നു. ഇവിടെ പ്രകടമാക്കുന്ന സമായോജന തന്ത്രം ഏത്? സിമ്പിളായിട്ട് ചോദ്യം ഒന്ന് തന്നെയാണ്, ഉത്തരം ഒന്ന് തന്നെയാണ്. ഇതാണ് താതാത്മീകരണം തന്നെയാണ് ശരി ഉത്തരം. ശരിയല്ലേ? താതാത്മീകരണം, സി ഓപ്ഷൻ. അടുത്ത ഒരു സമായോജന ക്രിയാതന്ത്രമാണ് എട്ടാമത്തേത്, പശ്ചാത്ഗമനം, റിഗ്രഷൻ എന്ന് പറയുന്നത്. പ്രശ്നങ്ങളെ നേരിട്ട് കൈകാര്യം ചെയ്യാതെ പിൻവാങ്ങി മുൻകാല സമായോജനത്തിലേക്ക് തിരിച്ചു പോകുന്ന പ്രവൃത്തിയാണ് പശ്ചാത്ഗമനം എന്ന് പറയുന്നത്. ഇതിന് മറ്റൊരു പേരുണ്ട്, ആ പേര് നോട്ട് ചെയ്ത് വെച്ചോളൂ. പ്രതിഗമനം എന്ന് പറയും. പശ്ചാത്ഗമനം അല്ലെങ്കിൽ പ്രതിഗമനം. ഇത് സംഭവം സിമ്പിളാണ്. ഇപ്പോൾ ഒരു കുഞ്ഞ്, ഓക്കെ, ആ കുഞ്ഞിനൊരു അനിയനോ അനിയത്തിയോ ജനിക്കുന്നു എന്ന് വിചാരിക്കുക. അതായത് ഒരു വീട്ടിലെ മൂത്ത കുട്ടി, ആ മൂത്ത കുട്ടിക്ക് സഹോദരനോ സഹോദരിയോ ഉണ്ടാകുന്നു. അതായത് രണ്ടാമതൊരു കുഞ്ഞ് ജനിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒന്നാമത്തെ കുഞ്ഞിന് എന്തുണ്ടാവും? നിരാശയുണ്ടാവും. അവന് സ്നേഹം കിട്ടാത്തതിൻ്റെ അല്ലേ, അവന് പരിഗണന കിട്ടുന്നില്ല, അവന് സ്നേഹം കിട്ടുന്നില്ല എന്നുള്ള തോന്നൽ അവനുണ്ടാവും. സ്വാഭാവികമാണ്. ശരിയല്ലേ? അങ്ങനെ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു ചിന്ത ഉണ്ടാകുന്ന സമയത്ത് തീർച്ചയായിട്ടും അവൻ മുൻകാലങ്ങളിലേക്ക് പോകും. എന്താ പറഞ്ഞത്? പിൻവാങ്ങി മുൻകാല സമായോജനത്തിലേക്ക് പോകുന്നു. അതായത് ആ കുട്ടിയെ ശ്രദ്ധിക്കാതെ വരുമ്പോൾ അവൻ അപസമായോജനത്തിലാണ്. അപ്പോൾ അതിനെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് അവൻ ചെറിയ
കുട്ടിയെ പോലെ കരയാൻ തുടങ്ങും, അല്ലെ? ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടി ചെറിയ കുട്ടികളെ പോലെ കൊഞ്ചാൻ തുടങ്ങും, ചെറിയ കുട്ടികളുടെ പ്രവൃത്തികൾ അവൻ ചെയ്യാൻ തുടങ്ങും. സംഭവം അത്രയേ ഉള്ളൂ. അപ്പോൾ മുൻകാല സമായോജനത്തിലേക്ക് പോകുന്നതിനെ നമ്മൾ പറയുന്നു പശ്ചാത്ഗമനം അഥവാ പ്രതിഗമനം എന്നാണ് പറയുക. മാതാപിതാക്കൾ കൂടുതൽ ശ്രദ്ധ നമ്മുടെ ഒന്നാമത്തെ കുട്ടിക്ക് കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലേ? രണ്ടാമത്തെ കുട്ടി ജനിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരുടെയും ശ്രദ്ധ രണ്ടാമത്തെ കുട്ടിയിലായിരിക്കും. അപ്പോൾ ഒന്നാമത്തെ കുട്ടിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നാമത്തെ കുട്ടി എന്ത് ചെയ്യുന്നു? ശിശുവിനെ പോലെ പെരുമാറുന്നു. ഇതിന് ഉദാഹരണമാണ്. അപ്പോൾ ഇവിടെ ചോദ്യം വന്നിട്ടുണ്ട്, ഒരു വ്യക്തിക്ക് മുമ്പ് ലഭിച്ചിരുന്ന അംഗീകാരം ലഭിക്കാതെ വരുമ്പോൾ അത് നേടിയെടുക്കാനുള്ള ശ്രമം ഏത് സമായോജന തന്ത്രമാണ്? ഒരു വ്യക്തിക്ക്, ഇപ്പോൾ ഉദാഹരണം പറയാം, എനിക്ക്, അല്ലേ, എൻ്റെ അനിയൻ ജനിക്കുന്നതിന് മുമ്പ് വരെ എൻ്റെ വീട്ടിൽ നല്ല ശ്രദ്ധ കിട്ടിയിട്ടുണ്ടായിരുന്നു. അനിയൻ ജനിച്ചതിന് ശേഷം സ്വാഭാവികമായിട്ടും അനിയനിലേക്കായിരിക്കും ശ്രദ്ധ പോവുക. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഞാൻ ആ ഒരു ശ്രദ്ധ നേടിയെടുക്കാനുള്ള എൻ്റെ ശ്രമം അതിനെന്താണെന്ന് പറയാം? നിഷേധമാണോ? അല്ല. അനുപൂർണമാണോ? അല്ല. ഉദാത്തീകരണമാണോ? അല്ല. പകരം എന്താണ്? പശ്ചാത്ഗമനമാണ്. ഉദാത്തീകരണമൊക്കെ നമുക്ക് പറയാം, അല്ലേ? പശ്ചാത്ഗമനമാണ്. അപ്പോൾ അമ്മ, അടുത്ത ചോദ്യം, അതേ ചോദ്യം, അമ്മ ഇളയ കുട്ടിയോട് കൂടുതൽ സ്നേഹം കാണിക്കുമ്പോൾ മൂത്ത കുട്ടി ഓരോരോ ആവശ്യങ്ങളായി അമ്മയെ ചുറ്റിപ്പറ്റി നിൽക്കുവാൻ ശ്രമിക്കുന്നത് ഏത് തരം സമായോജന തന്ത്രമാണ്? ഇളയ കുട്ടിയോടാണ് സ്നേഹം കാണിക്കുന്നത്. അപ്പോൾ മൂത്ത കുട്ടി എന്ത് ചെയ്യും? അല്ലേ? പശ്ചാത്ഗമനം, തിരിച്ചു പോകും, പ്രതിഗമനമാണ്. കിട്ടിയില്ലേ? ഒൻപതാമത്തെ ചോദ്യമല്ല, ഒൻപതാമത്തെ എന്ത്? ഒരു പ്രതിരോധ ക്രിയാതന്ത്രം ആക്രമണം എന്നുള്ളതാണ്. മോഹഭംഗത്തിൽ നിന്ന് ഉടലെടുക്കുന്ന സമായോജന തന്ത്രമാണ് ഏതെന്ന് പറയുന്നത്? ആക്രമണം എന്ന് പറയുന്നത്. സംഭവം ഒന്നുമില്ല, ആക്രമണം രണ്ട് രീതിയിലുണ്ട്. എങ്ങനെയാണ് ആക്രമണം രണ്ട് രീതിയിലാവുക? അച്ഛൻ നമ്മളെ വഴക്ക് പറഞ്ഞു, നമ്മൾ അച്ഛനെ ആക്രമിക്കുമോ? ഇല്ല. പകരം നമ്മൾ എന്ത് ചെയ്യും? അല്ലേ? നമ്മുടെ കയ്യിൽ എന്താണോ കിട്ടിയത് അതിനെ നിലത്ത് എറിയും, അല്ലേ? ചിലപ്പോൾ നമ്മൾ തന്നെ നമ്മുടെ ശരീരത്തെ വേദനിപ്പിക്കും, അല്ലേ? ഗ്ലാസ് പൊട്ടിക്കും, അല്ലെങ്കിൽ, അല്ലേ, എന്തിലെങ്കിലും ഒന്നിൽ ദേഷ്യം തീർക്കും. അതാണ് ആക്രമണം. അത് ഒരു ടൈപ്പ്. ഇനിയിപ്പോൾ നമ്മളോട് തന്നെ സമമായിട്ടുള്ള ഒരാളാണെങ്കിൽ ചിലപ്പോൾ നമ്മളൊരാളെ ഒരടി കൊടുത്തു എന്ന് വരും. അതായത് പ്രത്യക്ഷത്തിലും ആക്രമണം ഉണ്ടാവാം, പരോക്ഷത്തിലും ഉണ്ടാവാം. അച്ഛൻ വഴക്ക് പറഞ്ഞു, അച്ഛനെ തല്ലില്ല, പകരം ചായ ഗ്ലാസ്സിൽ നമ്മൾ തീർക്കും. അത് പരോക്ഷം. അനിയൻ നമ്മളുമായിട്ട് വഴക്കുണ്ടായി, നമ്മൾ രണ്ടുപേരും കൂടി എന്താവുന്നു? അടി കൂടുന്നു. അത് പ്രത്യക്ഷം. അപ്പോൾ പ്രത്യക്ഷത്തിലുണ്ട്, പരോക്ഷത്തിലുണ്ട്. അതാണ് ആക്രമണം. ഇനി അടുത്തത് 10ാമത്തേത് അടിച്ചമർത്തൽ. ഓക്കെ, സപ്രഷൻ, അടിച്ചമർത്തുക. അതെന്താണ്? നമുക്ക് അസ്വസ്ഥമാക്കുന്ന രീതിയിലുള്ള ഒരു അനുഭവത്തെ നമ്മൾ മനഃപൂർവ്വം ബോധമണ്ഡലത്തിൽ നിന്ന് മാറ്റി സമായോജനത്തിലേക്ക് എത്തുന്നതിനെയാണ് അടിച്ചമർത്തുക എന്ന് പറയുക. നമുക്കൊരു വേദനയുണ്ട്, ആ വേദനയെ നമ്മൾ മനഃപൂർവ്വം അടിച്ചമർത്തുന്നു. അതാണ്. ഇനിയിപ്പോൾ ഇത് മനഃപൂർവ്വം അല്ലാതെ അബോധമണ്ഡലത്തിലേക്ക് പോവുകയാണെങ്കിൽ അത് ദമനമാണ്. ഇത് മനഃപൂർവ്വമാണെങ്കിൽ അടിച്ചമർത്തലാണ് എന്ന കാര്യം നിർബന്ധമായിട്ടും മനസ്സിലാക്കേണ്ടതാണ്. ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് കേട്ടോ, ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്. ഇവിടെ നോക്കാം, ചെയ്യാത്ത കുറ്റത്തിന് ഒരധ്യാപിക ശകാരിച്ചത് കുട്ടിക്ക് വളരെയധികം വേദനിപ്പിച്ചുവെങ്കിലും അതെല്ലാം മറന്ന് കുട്ടി നാളത്തെ പരീക്ഷയ്ക്കുള്ള പഠനത്തിലേക്ക് കടന്നു. ഈ പ്രസ്താവനയിലൂടെ വ്യക്തമാക്കുന്ന സമായോജന തന്ത്രം ഏത്? ഒരു കുട്ടി ഒരു തെറ്റും ചെയ്തിട്ടില്ല, പക്ഷെ അധ്യാപിക വഴക്ക് പറഞ്ഞു, ശകാരിച്ചു. അത് സ്വാഭാവികമായിട്ട് ആ കുട്ടിക്ക് വേദനിപ്പിച്ചു. പക്ഷെ അതെല്ലാം അവൻ മറന്ന് നാളത്തെ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുകയാണ്. നോക്കി, മറന്നു എന്ന് പറഞ്ഞാൽ അവൻ ബോധപൂർവം ആ വേദനയെ അവൻ ബോധപൂർവം എന്ത് ചെയ്യുന്നു? അടിച്ചമർത്തി, അല്ലേ? സമായോജനത്തിലേക്ക് വന്ന് അവൻ അടുത്ത പരീക്ഷയ്ക്കായിട്ട് പഠിക്കുന്നു. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? അടിച്ചമർത്തൽ എന്ന് പറയുക. ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, അതെല്ലാം മറന്നുകൊണ്ട് പഠിക്കാൻ തുടങ്ങിയതാണ്. ഇനി അതറിയാതെ സംഭവിച്ചതാണെങ്കിൽ അത് ദമനമാവും, മനഃപൂർവ്വമാണെങ്കിൽ അടിച്ചമർത്തലാണ്. രണ്ടും പ്രശ്നം തന്നെയാണ്, അല്ലേ? അടിച്ചമർത്തലാണെങ്കിൽ ദമനം, ഇതെല്ലാം പ്രശ്നം തന്നെയാണ്. ഇതെല്ലാം താൽക്കാലികം രക്ഷപ്പെടാനുള്ള കാര്യങ്ങളാണ്, ഇതൊന്നും പെർമനൻ്റ് അല്ല. ശരിയല്ലേ? അപ്പം നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്ന ചോദ്യങ്ങൾ 10 എണ്ണം നമ്മൾ നോക്കിക്കഴിഞ്ഞു. അടുത്ത ഒരു സമായോജന ക്രിയാതന്ത്രം നോക്കാം. അടുത്തത് പ്രതിസ്ഥാപനം, സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ എനിക്ക് ഡോക്ടറാകണം എന്നുള്ളതാണ് ആഗ്രഹം. പക്ഷേ എനിക്ക് എന്തൊക്കെയോ സാഹചര്യങ്ങളുടെ പ്രശ്നങ്ങളുണ്ട്, സാമ്പത്തികമായിട്ട് പൈസ ഇല്ലാത്തതോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും എനിക്ക് പരീക്ഷയ്ക്ക് നേരെ പ്രിപ്പയർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് സീറ്റ് കിട്ടാത്തതോ, അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം കൊണ്ട് എനിക്ക് ഡോക്ടറാവാൻ പറ്റിയില്ല.
അതെനിക്ക് സ്വാഭാവികമായിട്ട് എന്തുണ്ടാവും, നല്ല രീതിയിൽ എനിക്ക് വേദന ഉണ്ടാവും, നിരാശാബോധം ഉണ്ടാകും, കുറ്റബോധം ഉണ്ടാകും. സ്വാഭാവികമായിട്ട് അതിൽ നിന്ന് എനിക്ക് മാറണമെങ്കിൽ ആ ഒരു ഡോക്ടർ എന്നുള്ള പൊസിഷന് പകരം ഞാൻ എന്തെങ്കിലും ഒരു പൊസിഷനിലേക്ക് എത്തണം. അതിന് പകരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേഴ്സ് ആവാൻ ഞാൻ ശ്രമിക്കും. ഞാൻ എന്നിട്ട് നേഴ്സ് ആവും. അതായത് നമ്മൾ ഒരു ലക്ഷ്യബോധത്തോടു കൂടി ചെയ്യുകയാണ്, എന്തെങ്കിലും ഒരു ലക്ഷ്യബോധത്തോടു കൂടി പഠിക്കുകയാണ്. അപ്പോൾ നമുക്ക് തടസ്സം ഉണ്ടാകുന്നു. അത് നമ്മളെ സ്വാഭാവികമായിട്ടും മാനസിക സംഘർഷത്തിന് വഴിതെളിക്കും. അങ്ങനെ ആ സംഘർഷം നമുക്ക് ഇല്ലാതാക്കാനോ ലഘൂകരിക്കാനോ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, മറ്റൊരു ലക്ഷ്യം സാധിക്കുന്നത് വരെ അതിനുവേണ്ടി പ്രവർത്തിച്ച് മറ്റൊരു ലക്ഷ്യം നേടും. അതായത് ഡോക്ടർ ആകാൻ ആഗ്രഹിച്ച ഒരു കുട്ടി അത് സാധിക്കാതെ വരുമ്പോൾ നേഴ്സായിത്തീരുന്നത്. ഒരു എക്സാമ്പിൾ ഇതേപോലെ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു സിനിമയുണ്ട്, ഒയരെ എന്ന് പറഞ്ഞിട്ട് ഒരു സിനിമ, ആസിഫ് അലിയും അതുപോലെ തന്നെ പാർവതി അല്ലേ ഉള്ള ഒരു സിനിമയുണ്ട്. ആ സിനിമയിൽ എങ്ങനെയാണ് ഈ പാർവതി എന്ന് പറയുന്ന ആ ഒരു നായികയ്ക്ക് പൈലറ്റ് ആകണം എന്നുള്ളതാണ് ആഗ്രഹം. പക്ഷേ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ച് പൈലറ്റ് ആവാനുള്ള ക്വാളിഫിക്കേഷനിൽ നിന്നൊക്കെ ആൾ നഷ്ടപ്പെട്ടു പോകുന്നു. അവന് ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് പാർവതി സ്വീകരിച്ചത് എയർ ഹോസ്റ്റസ് ആവും. അപ്പോൾ അങ്ങനെ അതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം, ഗവൺമെൻറ് അധ്യാപിക, ഗവൺമെൻറ് സ്കൂളിൽ ഒരു ടീച്ചർ ആവണമെന്നാണ് നമ്മൾ ആഗ്രഹിച്ചത്, പക്ഷെ പറ്റിയില്ല. അപ്പോൾ എന്ത് ചെയ്യും, ഒരു പ്രൈവറ്റ് സ്കൂളിൽ ടീച്ചർ ആവും. ഇനി അതും അല്ലെങ്കിൽ ഒരു ട്യൂഷൻ സെൻറ്ററിൽ ടീച്ചർ ആവും. എന്നിട്ട് നമ്മളത് ഇങ്ങനെ ബാലൻസ് ചെയ്യുന്നത്. അതാണ് നമ്മളിവിടെ പ്രതിസ്ഥാപനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കിട്ടിയല്ലോ. ഇനി അടുത്തത് 12ാമത്തേത് ഒന്നും കൂടി പറയാം. 12 പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. മറ്റുള്ളവരുടെ സഹാനുഭൂതി നേടി പ്രശ്നങ്ങളും വിഷമതകളും പരിഹരിക്കുന്നതിനെയാണ് സഹാനുഭൂതി പ്രേരണ എന്ന് പറയുക. അതായത് ഇപ്പോൾ പരീക്ഷയിൽ ഞാൻ തോറ്റു, പക്ഷെ ഞാൻ എൻ്റെ വീട്ടുകാരോടോ എൻ്റെ കൂട്ടുകാരോടോ ഒക്കെ പറയുന്നത് എന്താണ്, ഞാൻ നന്നായി കഠിനമായിട്ട് പ്രയത്നിച്ചു, നന്നായിട്ട് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്, പക്ഷെ ടീച്ചർ എനിക്ക് മാർക്ക് തരാതെയാണ്, എന്നോട് മാത്രം ഒരു വൈരാഗ്യ ബുദ്ധിയിൽ ടീച്ചർ പെരുമാറിയതാണ്, സഹപാഠികളായിക്കോട്ടെ ടീച്ചറായിക്കോട്ടെ എന്നെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, അങ്ങനെ എനിക്ക് അനീതിയിൽ ഞാൻ തോറ്റതാണ് എന്നൊക്കെ വിശദീകരിച്ചിട്ട് ഞാൻ അവരിൽ നിന്ന് സഹാനുഭൂതി നേടുന്ന അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സഹാനുഭൂതി പ്രേരണം. അങ്ങനെ ചില ആളുകൾക്കുണ്ട്, അവരുടെ വിഷമങ്ങൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് നമ്മളോട് ഇങ്ങനെ പറയും. വേറെ ഒന്നിനുമല്ല, അവരിങ്ങനെ പറയുമ്പോൾ നമ്മുടെ സിമ്പതി അവർക്ക് കിട്ടണം. ആ സിമ്പതിയിലൂടെ അവർക്ക് സമായോജനത്തിലേക്ക് എത്താൻ പറ്റും. അതാണ് സഹാനുഭൂതി പ്രേരണ എന്ന് പറയുന്നത്. കിട്ടിയില്ലേ? യെസ്. ബാക്കി നമുക്ക് ഇതേ റിലേറ്റഡ് ആയിട്ടൊന്നൊരു 10 കൂടി ഉണ്ടാവും അല്ലെ. ഇപ്പോൾ 12 ഒരു 8 കൂടി ഇനി പറയാനുണ്ട്. അതേപോലെ തന്നെ സമായോജനത്തിൻ്റെ പ്രത്യേകതകൾ, അപസമായോജനത്തിൻ്റെ പ്രത്യേകതകൾ ഒരു പാർട്ട് കൂടി ഉണ്ടാകും. അത് നാളെ നമുക്ക് ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ തന്നെ 19-ാം തീയതി പേശുത്തുരി അക്കാദമിയിൽ ഒരു പുതിയ ബാച്ച് ICDS സൂപ്പർവൈസർ 10th ലെവലിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ആ കോഴ്സിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചുവടെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക. എൻ്റെ നേതൃത്വത്തിലുള്ള പരീക്ഷ വരെ നീണ്ടു നിൽക്കുന്ന ഒരു കോഴ്സായിരിക്കും. ഞാനായിരിക്കും ഇതിൽ മെൻറ്ററായിട്ടുണ്ടാവുക. എല്ലാ ദിവസവും രാവിലെ 4:30 ലൈവ് ക്ലാസ് ഉണ്ടാവും. രാത്രി സമയങ്ങളിൽ അംഗൻവാടിയിൽ നിന്ന് വന്നതിന് ശേഷം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നത് ഏത് സമയമാണോ ആ സമയത്ത് നമ്മുടെ ആപ്പ് ഉപയോഗിച്ച് റെക്കോർഡ് രൂപത്തിലുള്ള ക്ലാസ്സുകളും നോട്ട്സും ഒക്കെ ആയിട്ടാണ് നമ്മളിവിടെ പഠിക്കുന്നത്. പരീക്ഷ വരെ നീണ്ടു നിൽക്കുന്ന പരിശീലനമാണ്. 4000 റുപ്പീസാണ് നമ്മുടെ കോഴ്സിൻ്റെ ഫീസ് വരുന്നത്. ഫീസ് തീർച്ചയായിട്ടും 2 തവണയായിട്ട് അടയ്ക്കാനുള്ള സൗകര്യവും അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ചുവടെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചാൽ മതി. ഓക്കെ, താങ്ക് യു.